ഒരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഞങ്ങൾ രാവിലെ കോഴിക്കോട്ടേക്ക് പോയതായിരുന്നു. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പോകാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയനാട് 2-3 സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാം, ലഞ്ച് മറ്റേടത്തു നിന്ന് കഴിക്കാം എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്തത്. ബട്ട് വയനാട് ചുരം അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങി ബ്ലോക്ക്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മൂഡ് പോയി. പക്ഷേ ഞങ്ങൾ ഫുഡ് അത്രയും ഞങ്ങൾ കൊതിച്ചിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് റൂട്ട് മാറ്റി പിടിച്ചു. പൊതുവേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമുക്ക് വയനാട് ചുരം കയറുന്ന സമയത്ത് അവിടെ ചുരത്തുമ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഷോർട്ട് വഴിയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് പകുതി ചുരം വരെ രക്ഷപ്പെടാം, ബ്ലോക്കിലൊന്നും കിടക്കാതെ. ഈ റോഡ് വലിയ വീതി വലിപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്നാലും സുഖമായിട്ട് വലിയ തിരക്കില്ലാതെ മേലെ എത്താം. പക്ഷേ ചുരത്തിൻ്റെ മേലെ ഒരു പകുതി ഞങ്ങൾ ഈ ഒരു ഷോർട്ട് വഴി മേലെ എത്തിയപ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു, ഒന്നും അനങ്ങണില്ല, എല്ലാ വണ്ടികളും അവിടെ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ നൈറ്റ് ആക്സിഡൻറ്റ് എന്തോ ഉണ്ടായ ബ്ലോക്കായിരുന്നു. സോ ഞങ്ങൾ തൽക്കാലം ചുരത്തിൻ്റെ അവിടെ ഉള്ളൊരു ചായക്കടയിൽ നിന്ന് ജസ്റ്റ് ഒരു പഴംപൊരിയും സമൂസയും പിന്നെ കുറച്ച് ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ച് ഒരു ചായയും ഒരു സർബത്തൊക്കെ കുടിച്ച് മെല്ലെ അവിടെ നിന്ന് ഞങ്ങൾ വഴി തിരിച്ചു. ഇതേപോലെ ഒറ്റ മൈൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ബ്ലോക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ലതാവും. ഇത് ശരിക്കും ഞങ്ങളായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്തായാലും വയനാട് പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും മലപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോന്നു.